ഹായ്, ഞാൻ നിജിൽ. ഇതെൻ്റെ ചെറിയ പരിമിതികൾക്കുള്ളിൽ നിന്ന് ഞാൻ നടത്തുന്ന ഒരു പരീക്ഷണമാണ്. ലോക ഷോർട്ട് ഫിലിമിൽ തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സൗണ്ട് ടെക്നിക്കാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. വാട്സാപ്പിലൂടെയാണ് ഇതിൽ ഏതാനും കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയിരിക്കുന്നത്. ഈ ആശയം എൻ്റെ മനസ്സിൽ ആദ്യം കൊണ്ടുവന്ന സർവേശ്വരനും ഇതുമായി സഹകരിച്ച എല്ലാവർക്കും, എന്നെ കളിയാക്കിയവർക്കും, വലിയ തിരക്കുകൾക്കിടയിലും ഇതിനുവേണ്ടി സമയം മാറ്റിവെച്ച മലയാളികൾ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആ വലിയ കലാകാരനും, ഇതിൻ്റെ മേക്കിങ്ങിൽ എന്നോട് സഹകരിച്ച എൻ്റെ കൊച്ചു കൂട്ടുകാർക്കും, സിനിമയിൽ ചെറിയ ഭാഗമാകുവാൻ വലിയ വലിയ അവസരങ്ങൾ തന്നുകൊണ്ടിരിക്കുന്ന എൻ്റെ ഗുരുക്കന്മാർക്കും, ഇത് കാണുവാൻ സമയം മാറ്റിവെച്ച നിങ്ങൾക്ക് ഓരോരുത്തർക്കും നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ തുടങ്ങുകയാണ്. അനുഭവങ്ങളിൽ നിന്നും ചുറ്റുപാടുകളിൽ നിന്നും ഉരുത്തിരിഞ്ഞ കഥയായ ഇലെ കഥാപാത്രങ്ങൾക്ക് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും സാമ്യം തോന്നിയാൽ അതിന് തികച്ചും നിങ്ങൾ മാത്രമായിരിക്കും ഉത്തരവാദി. ടേക്ക് ഇറ്റ് ആസ് എ ഫൺ. जरा बीबी बाकी है बात. ഈ അമ്മച്ചിയൊക്കെ പടത്തിന്റെ പേരിൽ ഇത് കാണിച്ചില്ല. ഇപ്പൊ എന്റെ ഫാൻസിനോട് എന്തോ പറയും. ഗുഡ് മോർണിംഗ്. നേരിൽ കാണുമ്പോൾ മുട്ടിടിക്കുന്നത് കൊണ്ടാണ് ഞാനിങ്ങനെ മെസ്സേജ് ചെയ്യുന്നത്. വൈകിട്ടാണെങ്കിലേ അന്വേഷണം കേട്ടാ. തനിക്ക് ഇന്നത്തെ അവിടെ ഇല്ലാത്തവർക്ക് താറാവിനെ വളർത്തരും. യുവമച്ചാനോ പഠിച്ചല്ല, വേറെ വിളിച്ചിട്ടുണ്ട്. ചേട്ടൻ്റെ ഒക്കെ പ്രായത്തുമ്പോൾ ഞാനും മോസ്കാർ. ഇങ്ങനെ നടന്നിട്ടൊരു കാര്യമില്ല. സിനിമയിലോട്ട് പെട്ടെന്നുള്ള അറ്റാക്കിങ് ആയിരിക്കണം. എല്ലാവരും കിട്ടുകണം. അതിനാരെ ചാൻസാണ്. സാറിനെ ഒന്ന് വിളിച്ചു നോക്കാതെ. ഹലോ, ഗുഡ് മോർണിംഗ് സാർ. നിജിലാണ്. ഗുഡ് മോർണിംഗ് നിജിൽ. സാറിന് സുഖമാണോ സാറേ? സുഖം തന്നെ നിജിലെ. സാറിപ്പോൾ എവിടെയുണ്ട്? ഞാൻ എറണാകുളത്തുണ്ടാ നിജിലെ. എന്താ നീ വിളിച്ചത്? ഇല്ല സാറേ, ഞാൻ ചുമ്മാ വിളിച്ചതാ. സാറിന്റെ പുതിയ പടമൊക്കെ നിജിലെ എന്റെ ഫൈനൽ റൈറ്റിംഗിലടാ ഞാൻ. ഓക്കെ സാർ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓക്കെ വിളിച്ചോളാം. ഓക്കെ സാർ. ശരി നിജിലെ. ഓക്കെ 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 സാർ, താങ്ക് യു. മോനെ, അമ്മ നിനക്ക് പരീക്ഷ അതാർത്തമ്മ പഠിക്കാൻ നോക്കണം. ഞാൻ പഠിച്ചോളാ. വല്ല പണി വല്ലതും മേടിക്കാതെ ഇതൊന്നും വിളിച്ചിട്ടും കിട്ടണല്ലോ. മഹേഷിനൊന്ന് വിളിച്ചോളൂ. എടാ, നീ ആടിനത്തിരി പിള്ളേർത്തിട്ട് പോട്ട് അതൊന്നും നേരെ കൊടുക്കണില്ലേ? നേരം വെളുക്കാൻ നേരിട്ട് അതിന് കുത്തിയിരിക്കണേ. വേറെ പണിയൊക്കെ ആട് മാങ്ങാത്തിരി കിട്ടിയാ മതിയായിരുന്നു. മാഷേടാ എവിടെയുണ്ട്? ഞാനിപ്പോ എറണാകുളത്തുണ്ട്. ഞാൻ കുറച്ചാളായി ട്രൈ ചെയ്യണം മാഷേട്ടന്. ദുൽഖറിന്റെ ഡേറ്റ് കിട്ടിയിട്ടുണ്ട്. അതിന്റെ ഫൈനൽ റൈറ്റിംഗ് ആണ്. വിളിച്ചല്ല. മാഷേട്ടാ, നമ്മുടെ കാര്യം എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയാം. ശരിടാ, ഓക്കെ, ബൈ ബൈ. ഓക്കെ മാഷേട്ടാ.
അമ്മച്ചീനെ കുളിപ്പിക്കോമാ? അത് കൊള്ളാല. നീ വൈകുന്നേരത്തേക്കാതെ പരുന്നേക്കാതിരിക്കണം പറഞ്ഞ് അതിനെ കുളിപ്പിക്കണ്ടേ? എവിടെയുണ്ട്? ഞാൻ ഇപ്പൊ നാട്ടിലുണ്ട്. പറഞ്ഞില്ലല്ലോ. സോറിടാ, ഞാൻ കുറച്ച് ബിസി ആയി പോയി. ഓക്കെ, പിന്നെ പിന്നെ എന്തായി? കോഴ്സിന്റെ ഒരു ഷോർട്ട് ഫിലിം ചെയ്യണം. വിളിച്ചില്ല? പിന്നെ എന്താണ് ആക്ടിങ് ഒക്കെ? എല്ലാം ശരിയായോ? അലഞ്ഞാലഞ്ഞ് മതിയായി. പിന്നെ നിന്റെ ഷോർട്ട് ഫിലിമിൽ ഞാനായിരിക്കുമല്ലോ ഹീറോ. അയ്യടാ, ഒരു ഹീറോ. ഇവിടെ വല്ല ബ്രേക്ക് പിള്ളേരുണ്ട്. നിന്റെ ഈ ഓഞ്ഞ മൂമ്പിക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് ഒന്നും എൻ്റെ ഇല്ല. ആവുമ്പോ പറയാട്ടോ. അപ്പൊ ഞാനേ കുട്ടിന്റെ ഫൈനൽ റൈറ്റിംഗ് ആയിരുന്നു. സോ പിന്നെ വിളിക്കാവേ. നിന്റെ ഈ ഓഞ്ഞ മൂമ്പിക്ക് പറ്റിയ ക്യാരക്ടേഴ്സ് ഒന്നും എൻ്റെ ഇല്ല. നമ്മൾ റേഞ്ച് അറിയില്ലല്ലോ. എന്തായിരുന്നു ചേട്ടൻ ഒന്നുകൂടെ വിളിച്ചു നോക്കാം. പരിചയക്കാനാണ്ട് എടുക്കാത്തതാണ്. എന്തൊക്കെ തന്നെ ദിവസം ഞാനിവിടെ നടനാവൂടി. അന്ന് നീയൊക്കെ മാറ്റി പറയും. എന്താ പറ്റേ? നീ നല്ലോണം പോണ്ട. എനിക്കെന്താ നാളെ വരെ പോണ വരുന്നത്? ഇന്നലെ പറഞ്ഞ സാധനം ശരിയാക്കി വെച്ചിട്ട് എവിടെയും പോയാ അല്ലെങ്കിൽ പച്ചവളം ഞാൻ തരൂല. നിന്റെ മാമനെ സ്റ്റൈഫൻഡിട്ട് വലിയ റേഡിയോ ഉണ്ട്, അതൊന്ന് നന്നാക്കി വെക്കും. മക്കളതിന് വല്ല വാർത്തയെങ്കിലും ഒന്ന് കേൾക്കാം. इयम् आकाशवाणी सम्प्रति वार्ताः श्रूयन्ताम्। प्रवाचकः परमानन्द झा। മൂന്നാം ക്ലാസ്സിൽ പഠിക്കണവൻ കേൾക്കേണ്ട പാട്ടാണ്. മാമൻ്റെ ഒരു റേഡിയോയും അമ്മച്ചിയുടെ ഒരു വാർത്ത. പട്ടി അല്ലെങ്കിൽ പച്ചവളം ഞാൻ തരൂല. റിസ്ക് എടുക്കണ. ആ എന്താടാ? ചായ തരാ. നേരം വിളിക്കാൻ 5 നേരം കട്ടൻ ചായ. ആ വേണമെങ്കിൽ ഇത് നന്നാക്കിയ നേരത്തിന് ഞാൻ വല്ല ഐറ്റിയിൽ പോയിട്ടെങ്കിൽ ഓ പഠിക്കാൻ പോകുന്ന നേരം ഉണ്ടായില്ല. സിനിമ എന്നും പറയും പുറകെ നടന്നു. ഇപ്പൊ ഞാൻ എന്ത് ചെയ്യാനോ? കോപ്പ് ഞാൻ വിളിച്ചിട്ട് കിട്ടണല്ലോ. അമ്മൂസിനെ ഏതായിട്ടൊരു മെസ്സേജ് അയക്കാം. നിന്റെ പേര് ഞങ്ങളുടെ റേഷൻ കാർഡിലേക്ക് ചേർത്തോട്ടെ. ഇത് ഞാൻ പൊളിക്കും. കസ്റ്റമർ കെയറെ കൊണ്ട് ഒരു ശല്യമുണ്ട്. ഹലോ, നിജ ചേച്ചിയുടെ ചേട്ടനല്ലേ? അതെ. ഞാനൊരു കാര്യം പറയാൻ വിളിച്ചതാ. പറഞ്ഞു. അതെ, ചേട്ടനോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല എൻ്റെ ഫോണിലേക്ക് മെസ്സേജ് അയക്കരുതെന്ന്. പിന്നെ ചേട്ടൻ എന്തിനാ ഇങ്ങനെ എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നത്? ചേട്ടൻ കാണാൻ എനിക്കൊരു മനസ്സമാധാനം ഇല്ല. എന്നെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കരുത്. എൻ്റെ അച്ഛനും അമ്മയും ഏതൊരാളെ എനിക്ക് വേണ്ടി കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ചേട്ടനായിട്ട് എൻ്റെ പുറകെ നടക്കാൻ നിൽക്കരുത്. നിജ ചേച്ചിയുടെ ചേട്ടൻ ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും മാന്യമായി സംസാരിച്ചത്. ഇനി മനുഷ്യനെ വെറുപ്പിക്കരുത് ചേട്ടാ, പ്ലീസ്. ഞാൻ പറഞ്ഞതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചേട്ടാ സോറി. ലിജുമോനെ നമുക്ക് ഇറങ്ങാൻ പോയല്ലോ. തിരക്കില്ല. എനിക്ക് അടുത്ത ആഴ്ച ആനിവേഴ്സറിക്ക് ഒരു സ്ക്രിപ്റ്റ് ചെയ്യാൻ ഞാൻ കൊടുത്ത് തിരക്കിലാണ്.
ക്ലാസ്സിലായത് പെൺപിള്ളേരും ബാക്കിയൊക്കെ മണ്ടന്മാരാണ്. അതാണ് നമ്മൾ ഇപ്പച്ചേണ്ടല്ലോ. ഓക്കെ ശരി. പഠിക്കാൻ പോകാൻ നേരം ഉണ്ടായില്ല. സിനിമ കുറേ കാണുന്നു. ഇപ്പൊ ഞാൻ നമ്മൾ ഇപ്പച്ചേണ്ടല്ലോ. തനിക്ക് ഇന്നൊക്കെ അവിടില്ലാത്തവർക്ക് താറാനെ ഓർത്തത്. ഹലോ 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 നിജിലല്ലേ? അതെ. നിജില് ഞാൻ ധർമ്മജൻ. ചേട്ടാ എടാ നീ വിളിച്ചപ്പോഴൊക്കെ ഞാൻ തിരക്കിലായിരുന്നു. ഞാനിപ്പോൾ ഇഷാരടിങ്ങുഴിയ എറണാകുളത്ത് YMCA സ്കിറ്റ് എഴുതാനായിരുന്നത്. കൈരളി ചാനലിന് വേണ്ടി ഒരു ഷോ ഉണ്ട്. അപ്പൊ അതിന്റെ സ്കിറ്റ് എഴുതാൻ വേണ്ടിയിട്ടുള്ള മനഃപൂർവ്വം കട്ട് ചെയ്തല്ലേ. അത് കുഴപ്പമില്ല, എനിക്ക് തോന്നിയാലും ചേട്ടൻ തിരക്കിലായിരിക്കും. എടാ പിന്നെ ഈ പറഞ്ഞ ചാൻസിന്റെ കാര്യം എന്ന് പറഞ്ഞാല് ഈ ഞാനായിട്ടൊരു സിനിമ ചെയ്യുന്നതല്ലല്ലോ, ഞാനൊരു സിനിമയിൽ അഭിനയിക്കാൻ നടക്കുന്ന ആളാണ്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഓരോ വേഷങ്ങൾ വരുന്നു, ഞാനത് ചെയ്യുന്നതല്ലാതെ ഞാൻ പരമാവധി എന്നോട് ഇങ്ങനെ ചോദിക്കുന്ന ആൾക്കാരോടൊക്കെ ഞാൻ ചില സെറ്റുകളിൽ ചെല്ലാൻ നേരത്ത് ഞാൻ ഡയറക്ടറിനോട് പറയാറുണ്ട്, നല്ലൊരു പയ്യനാണ്, ഒരു അവസരം ഉണ്ടാവുമെന്ന് ചോദിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ കിട്ടാറുണ്ട്, ചെയ്യാറുണ്ട്. എനിക്കങ്ങനെ ഒരു ഇത് വരികയാണെങ്കിൽ നിന്നെ വിളിക്കാൻ ഞാൻ മറക്കൂല. കാരണം ഞാൻ ആ ഡയറക്ടറോടോ സ്ക്രിപ്റ്റ് റൈറ്ററോടോ പറയാൻ എനിക്ക് മടിയൊന്നുമില്ല. അതൊന്നും നീ വിഷമിക്കണ്ട. പിന്നെ നീ പറഞ്ഞ പോലെ ഒരുപാട് വർഷം ചെറിയ ചെറിയ വേഷങ്ങൾ ചെയ്ത് ഇപ്പോൾ വലിയ വേഷത്തിൽ വന്നേക്കണ ഒരുപാട് നടന്മാർ നമ്മുടെ കൺമുൻപിൽ ജോജു, ഷാജോൺ തുടങ്ങിയുള്ള ഒരുപാട് പേരൊക്കെ അങ്ങനെ വന്ന ആൾക്കാരാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ഭാഗ്യം വരുന്നത് ദിലീപേട്ടൻ എന്നെ വിളിച്ചിട്ട് ഫസ്റ്റ് പടത്തിൽ വലിയൊരു വേഷം തന്നു. പിന്നീട് അത്ര വലിയ വേഷം എനിക്കും കിട്ടിയിട്ടില്ല. അതിൽ പിന്നെ എനിക്ക് അത്ര വലിയ വേഷമൊന്നും കിട്ടിയിട്ടില്ല. ഇതിൽ കഴിവുണ്ട് ഇല്ല എന്നൊന്നും നമുക്ക് സമർത്ഥിക്കാൻ പറ്റില്ല. ഓരോരുത്തൻ്റെ ഉള്ളിലിരിക്കുന്ന കഴിവ് എന്താണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നിനക്ക് ആത്മവിശ്വാസമുണ്ട്, നീ ചെയ്യുന്നത് നിനക്ക് ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ അത് നാളെ നിനക്കുള്ള വഴിയായിരിക്കും. നീ സിനിമയിൽ വരും, ആരും എപ്പോൾ വരും എങ്ങനെ വരും എന്നൊന്നും പറയാൻ പറ്റാത്തൊരു അൺപ്രഡിക്റ്റബിളായിട്ടുള്ളൊരു ഫീൽഡാണ് ഈ സിനിമ എന്ന് പറയുന്നത്. അപ്പോൾ പ്രയത്നിച്ചുകൊണ്ടിരിക്കുക, ഒരിക്കലും തളരണ്ട. എന്ന് വെച്ച് ഒരു ജീവിതകാലം മുഴുവൻ സിനിമയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞിട്ട് വെറുതെ കളയരുത്. കാരണം കുടുംബവും നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ആൾക്കാരും എല്ലാവരും ഉണ്ട്. അപ്പോൾ അതും നോക്കണം, ഇതും നോക്കണം. വീട്ടിൽ പൈസ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിനു വേണ്ടി മാത്രം നടക്കാം. നമ്മൾ അങ്ങനത്തെ ആൾക്കാരല്ലാത്തതുകൊണ്ട് കുറേയൊക്കെ നമ്മൾ അതും നോക്കണം. വെറുതെ സിനിമയെന്നും പറഞ്ഞ് രാവിലെ പാൻറ് ഷർട്ട് ഇട്ടിട്ട് ഇറങ്ങിയിട്ട് ചാൻസ് ചോദിക്കാൻ നടന്ന് അങ്ങനെ നടക്കണവരുണ്ട്, നടക്കാത്തവരുണ്ട്. ചിലവർ ഭാഗ്യം കൊണ്ട് രക്ഷപ്പെടുന്നവരുണ്ട്, ചിലവർ ഒരുപാട് കഷ്ടപ്പെട്ട് വരുന്നവരുണ്ട്. എന്തായാലും നീ നിൻ്റെ ശ്രമങ്ങൾ തുടരുക. നിശ്ചലിന് ഒരുപാട് നല്ല അവസരങ്ങൾ ഭാവിയിൽ ലഭിക്കട്ടെ, നമ്മളെക്കാട്ടൊക്കെ വലിയ നടനായിട്ട് തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നീ പ്രയത്നിക്കുക, അത് ബെസ്റ്റായിട്ട് തീരും. അതാണ് എനിക്ക് പറയാനുള്ളത്. എപ്പോഴും വിളിക്കണമെന്നില്ല, ഞാൻ നിൻ്റെ കാര്യം എൻ്റെ ഓർമ്മയിലുണ്ടാവും കേട്ടോ. അപ്പോൾ നീ പ്രയത്നിക്കുക, അത്രയും എനിക്ക് പറയാനുള്ളൂ. അത് ബെസ്റ്റായിട്ട് തീരട്ടെ. എടാ മോനെ നിനക്ക് ചോറ് വേണ്ടേ? കുറേ നീ എവിടെ ഉണ്ട്? എന്റെ ഫൈനൽ റൈറ്റിംഗിലാണ്